ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാ മേനോൻ വെൽക്കം ടു സുധാസ് വേൾഡ് ഒരു ബാസുന്തി എന്നൊരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം നല്ല അടിക്കട്ടിയുള്ള ഒരു പാൻ എൻ്റെ കയ്യിലുള്ള സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ലിറ്റർ നല്ല തിക്ക് ആയിട്ടുള്ള പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിവിടെ കിട്ടുന്ന നന്ദിനിയുടെ 3 ടൈപ്പ് പാക്കറ്റിൽ ഞാനതിൽ ഏറ്റവും ഹൈ കണ്ടൻറ്റ് ക്രീമുള്ളതിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ആഡ് നല്ലോണം അത് തിളയ്ക്കുന്നവരെ ഇളക്കി കൊടുക്കണം. തിള വരുമ്പോഴേക്കും കാണാൻ നിങ്ങൾക്ക് സൈഡിലൊക്കെ അതിൻ്റെ ക്രീം ഫോം ചെയ്യും. അതിനെ ഇളക്കണം. തിളച്ച് കഴിഞ്ഞിട്ടും ഇളക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു 3 ഗ്ലാസിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. അതിനെ അളന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു 3 ഗ്ലാസ്, വലിയ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ്സിലെ 3 ഗ്ലാസിൻ്റെ അളവ് വരും. അതിനെ ഞാൻ ആ 3 ഗ്ലാസ്സിലത്തെ പാല് ഇപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഹാഫ് ആവണ വരെ ഞാനതിനെ കുറുക്കാം. എന്നാലേ അതിന് ടേസ്റ്റുള്ളൂ. ഇതിന് നമ്മൾക്ക് കുറച്ച് ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞത് ഈ നീളത്തിലുള്ള 3 ഗ്ലാസ്സാണ് ഇങ്ങനെ വലിപ്പമുള്ളത്. അതിന് ഈ 1 ലിറ്റർ 3 ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. ഇത് കുറുകുമ്പോൾ ഇതിൻ്റെ 1.5 ഗ്ലാസ്സാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരുവിധം കുറുകിയിട്ടത് കാൽഭാഗം കുറുകിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് സാഫ്രോൺ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ തന്നെ എൻ്റെ കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് ക്ഷമിച്ചു തരണം. ഞാൻ മൊബൈലിട്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് ചെറിയൊരു പ്രശ്നം വന്നു. നിങ്ങളിപ്പോൾ ഞാൻ ആ സാഫ്രോൺ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നല്ലൊരു മണവും കളറും ആ പാലിന് കൊടുക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ ആ സൈഡൊക്കെ ഇങ്ങനെ നല്ലോണം സ്ക്രേപ്പ് ഇളക്കാൻ നോക്കുക. ഫ്രണ്ട്സ്, ഇത് കുറച്ച് ക്ഷമയുള്ള പണിയാണ്. പക്ഷെ നമുക്കതിൻ്റെ അനുഭവം വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരിതാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതേക്കൂട്ടി തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എനിക്ക് കുറച്ച് കമൻസ് തരണം. അപ്പോൾ ഇപ്പോൾ അത് നന്നായി ക്രീമായിട്ട് വന്നിട്ട് കുറച്ചും കൂടി തിളച്ച് കയറണം. നിങ്ങൾക്ക് മുകളിലിങ്ങനെ ക്രീം ഫോം ചെയ്യുന്നത് കാണാം. ആ ക്രീം സൈഡിലൊക്കെ പറ്റിപ്പിടിച്ച് പോകാതിരിക്കാൻ നമ്മളതിനെ നല്ലോണം ഇളക്കി അതിൻ്റെ ക്രീമും അടിയത്തെ ക്രീമിനെ എല്ലാം ചുരണ്ടി എടുത്ത് സ്ക്രേപ്പ് ചെയ്തെടുത്ത് പാലിലേക്ക് മിക്സ് ചെയ്യണം. ഇനി അടുത്തൊരു പടവാണ് നമ്മൾ അതിലേക്ക് നട്ട്സ് ചേർക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഇടരുത്. 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഈ കുറുകിയ പാലിലേക്ക് ചേർക്കാം. അത് നല്ലൊരു ടേസ്റ്റ് തരും, ഇല്ല എന്നല്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് കുറച്ച് നട്ട്സ് ചേർക്കുക. നട്ട്സ് എല്ലാം ഞാൻ പൊടിച്ച് വെച്ചു. അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത നട്ട്സ് ബദാം, വാൾനട്ട്, പിന്നെ കാഷ്യൂസ്. ഇത് 3ഉം ഒരു ക്രഷറിലിട്ടിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചു. ഇതൊക്കെ ആദ്യമേ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളിതിനെന്തിലേക്ക് ചേർക്കുക. നല്ലൊരു ടേസ്റ്റാണ്. എന്താ അറിയോ, ഈ നട്ട്സൊക്കെ അതിലിട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോണ്ടല്ലോ, ആ നട്ട്സിൻ്റെ പാലിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് കുറുകുമ്പോൾ വരുന്ന ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം തന്നെ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തത് ഇപ്പോൾ പറയുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, ഈ സമയത്ത് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. 1/2 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ, ഇതാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്നും കൂടി നന്നായി ആ പഞ്ചസാര അലിഞ്ഞ് ഒന്നും കൂടി കുറുകി വരണവരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷമാണ് ഇനി നട്ട്സ് ഇടാൻ പോണത്. നട്ട്സ് കൂടി ഇടുമ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്.
ഞാനതെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടണം കാണിക്കണം. ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോഴേ നമ്മൾ നട്ട്സ് ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കായപ്പൊടി. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് ഭയങ്കര ഒരു ടേസ്റ്റുള്ളൊരു ഡിഷാണ്. മധുരം മാത്രം അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. നല്ല മധുരം ഉണ്ടെങ്കിൽ ഇത് തണുത്തിട്ടേ കഴിക്കുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ മധുരം തണുത്ത് കഴിക്കുമ്പോഴേക്കും അതിലെങ്ങനെ മധുരം വരുന്നത് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാൻ 1/2 കപ്പ് ആഡ് ചെയ്തിരിക്കുകയാണ്. 3 ടേബിൾ സ്പൂൺസ് വരും. ഈ കുങ്കുമപ്പൂ ഇട്ടുകൊണ്ട് അതിന് നല്ലൊരു കളർ വരും, ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു റിച്ച്നെസ്. ഈ ഡെസേർട്ട് ഭയങ്കര റിച്ചാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി. ആരോഗ്യമുള്ളവർക്ക് ഇപ്പോഴാണ് ഞാൻ നട്ട്സ് ആഡ് ചെയ്യാൻ പോണത്. ഇതെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു നട്ട് ക്രഷർ ഇട്ടിട്ട്, ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആമസോണിലെ നട്ട് ക്രഷർ, അതിട്ടിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചു. അതും ഇട്ടിട്ട് ഏലക്കായ പൊടിയും ഇട്ടാൽ ദിസ് ഇസ് കംപ്ലീറ്റ്. സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതേമാതിരി ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഇത് വലിയ പണിയുള്ളതല്ല, കുറച്ച് ക്ഷമ നല്ലോണം വേണം. ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നവർക്ക് ക്ഷമ വേണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇനി ഈ ഡിഷ് ഞാൻ ഏലക്കായും കൂടെ ആഡ് ചെയ്താൽ ദിസ് ഇസ് ദ ഫൈനൽ. ഇനി സ്വിച്ച് ഓഫ് ചെയ്യും. ഇനി അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. എല്ലാവരും ഈ ഡെസേർട്ട് ഉണ്ടാക്കി നോക്കണം. മധുരം ഇഷ്ടമുള്ളവർ എന്തായാലും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ഫ്രം സുധാമൻ.